ഇന്നത്തെ ഏറ്റവും പുതിയ ആടുജീവിതം വാർത്തകളിലേക്ക് സിനിമയുടെ നേട്ടങ്ങളുടെ റിപ്പോർട്ടിലേക്ക് ഇവർക്കും സ്വാഗതം. പ്രതിദിനം ഓരോ സിനിമകളെയും മറികടന്ന് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയാണല്ലോ ആടുജീവിതം. ഇന്നത്തെ കളക്ഷനോടെ 70 കോടിക്കടുത്തേക്ക് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ എത്താനായിട്ടിരിക്കുന്ന പൃഥ്വിരാജിന്റെ ആടുജീവിതം ഈ വർഷത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുക്കുന്ന മലയാളം സിനിമകളുടെ പട്ടികയിൽ 3ാം സ്ഥാനത്തേക്ക് എത്തപ്പെടാനായിട്ടിരിക്കുകയാണ്. വെറും 3 ദിവസങ്ങൾ കൊണ്ട് 49 കോടി വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്ത സിനിമ 4ാം ദിവസമായി ഇന്നത്തെ വേൾഡ് വൈഡ് കേരള എസ്റ്റിമേറ്റ് കണക്കുകൾ പ്രകാരം ലോകമെമ്പാട് നിന്നും 65-70 കോടിയിലേക്ക് എത്തപ്പെടുമെന്നാണ് റിപ്പോർട്ട്. ഇതോടെ ആടുജീവിതത്തിന് മുന്നേ വരെ 3ാം സ്ഥാനത്തും 4ാം സ്ഥാനത്തും ഉണ്ടായ 2 സിനിമകളെ ആടുജീവിതം ഇപ്പോഴത്തെ മറികടന്നിരിക്കുകയാണ്. അതിൽ 4ാം സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഈ വർഷം കളക്ഷൻ നേടിയെടുത്ത സിനിമ അബ്രഹാം മോസ്ലർ എന്ന സിനിമയായിരുന്നു. മമ്മൂട്ടി കൂടി ഒരു പ്രധാനപ്പെട്ട റോളിലെത്തിയ ജയറാം നായകനെ എത്തിയ സിനിമ തിയേറ്ററുകളിൽ നിന്ന് 40 കോടിയായിരുന്നു കളക്ഷൻ നേടിയെടുത്തത്. ഇപ്പോഴത്തെ സിനിമയുടെ ഫൈനൽ കളക്ഷൻ ആടുജീവിതം ഇന്നലത്തെ കളക്ഷനോടെ മറികടന്നിരിക്കുകയാണ്. ഇന്ന് ഞായറാഴ്ച ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ 50-60 കോടിയും കടന്ന് ഇപ്പോഴത്തെ 70 കോടിക്കടുത്തേക്ക് വേൾഡ് വൈഡ് കളക്ഷൻ കടക്കാനായിട്ടൊരുങ്ങുന്ന ആടുജീവിതം ഇന്നത്തെ കളക്ഷനോടെ മറികടക്കുന്ന ഈ വർഷത്തിലെ മറ്റൊരു പോസിറ്റീവ് അഭിപ്രായം ലഭ്യമായ ഭ്രമയുഗം എന്ന സിനിമയുടെ ഫൈനൽ കളക്ഷനാണ്. മമ്മൂട്ടിയുടെ ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തി എങ്ങും പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്തിട്ടും സിനിമ ഫൈനൽ കളക്ഷനായിട്ട് ലോകമെമ്പാട് നിന്നും നേടിയെടുത്തത് 58 കോടിയായിരുന്നു. ഇപ്പോഴത്തെ 58 കോടി ഒരു സ്ലോ പേസ് സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സർവൈവൽ ത്രില്ലർ സിനിമ കൂടിയായ രാജുവേട്ടന്റെ ആടുജീവിതം അതല്ലെങ്കിൽ ദി ഗോട്ട് ലൈഫ് ഇന്നത്തെ കളക്ഷനോടെ മറികടക്കുകയാണ്. വെറും 4 ദിവസങ്ങൾ കൊണ്ടാണ് ഭ്രമയുഗം എന്ന സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷൻ ദി ഗോട്ട് ലൈഫ് മറികടക്കുന്നത്. അങ്ങനെ ഈ വർഷത്തിലെ മമ്മൂട്ടി സിനിമയുടെ ഫൈനൽ കളക്ഷൻ മറികടന്ന് ആടുജീവിതം ആ സിനിമയുടെ ഏറ്റവും മികച്ചൊരു നേട്ടം കൂടി നേടിയെടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഭ്രമയുഗത്തിന്റെ കളക്ഷൻ ആടുജീവിതം അടുത്ത ദിവസം മറികടക്കുമെന്ന് പറഞ്ഞപ്പോൾ പതിവായി ഒരു മമ്മൂട്ടി സിനിമയുടെ കളക്ഷൻ മറ്റൊരു സിനിമ മറികടക്കുന്നു എന്ന് പറയുമ്പോൾ ഏത് ലെവൽ ലഹളയായിരിക്കും കമന്റ് ബോക്സിൽ ഉണ്ടാകുക എന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. അത് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസവും കാണാനായിട്ട് ഇടയായത്. ഞങ്ങളുടെ മമ്മൂട്ടി സിനിമയുടെ ഫൈനൽ കളക്ഷൻ മറ്റൊരു സിനിമ മറികടന്നു എന്ന് പറയരുത്, ഭ്രമയുഗത്തിന്റെ കളക്ഷൻ ആടുജീവിതം മറികടന്നു എന്ന് പറയരുത്. 2 സിനിമകളും വ്യത്യസ്ത വിഭാഗത്തിൽപ്പെടുന്ന സിനിമയല്ലേ, അതുകൊണ്ട് അങ്ങനെ പറയരുത് എന്നായിരുന്നു ആവശ്യം. ആരുടെ ആവശ്യമാണ് എന്ന് ഒരു വിഭാഗം ഒഴിച്ച് ബാക്കിയുള്ളവർക്കെല്ലാം തന്നെ മനസ്സിലായി കാണുമല്ലോ. നേരത്തെ പ്രേമലു, അനിമൽ ബോയ്സ് എന്നീ സിനിമകൾ ഭ്രമയുഗത്തിന്റെ കളക്ഷൻ മറികടന്നു എന്ന് പറഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ ഇതേ ആവശ്യം തന്നെയായിരുന്നു നമുക്ക് കമന്റ് ബോക്സിൽ കാണാനായിട്ട് കഴിഞ്ഞത്. ഒന്നാമത് ഒരു സിനിമയുടെ കളക്ഷൻ മറ്റൊരു സിനിമ മറികടക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ജോണർ നോക്കേണ്ട ആവശ്യമില്ല എന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം എന്നല്ല, മൊത്തത്തിലുള്ള ഒരു അഭിപ്രായം. പ്രമുഖ ആരാധകർക്ക് അത് ഇനിയും മനസ്സിലായിട്ടില്ല എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. ഇതേ ലോജിക്ക് വെച്ച് വിഭാഗം നോക്കുകയാണെങ്കിൽ ഒരു സിനിമയുടെ കളക്ഷൻ മറ്റൊരു സിനിമ മറികടന്നു എന്ന് ഒരിക്കലും പറയാനായിട്ട് കഴിയില്ലല്ലോ എന്നാണ് നമുക്ക് ചോദിക്കാനായിട്ടുള്ളത്. ഭ്രമയുഗത്തിന്റെ കളക്ഷൻ ആടുജീവിതം മറികടന്നു എന്ന് പറയുമ്പോൾ ഈ ലെവലാണ് ആരാധകരുടെ വിഷമകരമായ കമന്റുകളെങ്കിൽ ഇനി ഈ ആഴ്ച 2 പ്രമുഖ സിനിമകളെ കൂടി മറികടന്നുവെന്ന് അടുത്ത ദിവസങ്ങളിലെ വീഡിയോ ആയിട്ട് വരുമ്പോൾ എന്തെല്ലാം കാണണമെന്നാണ് നമുക്ക് കണ്ടറിയേണ്ടത്. എന്തായാലും പറയാനുള്ളത് പറഞ്ഞു തന്നെ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു.